നമ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ സനാതന ധർമ്മം ഓരോ സംസ്കാരമനുസരിച്ചാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അത് നദീതട സംസ്കാരത്തെ അനുസൃതമായിട്ടാണ്. ഇപ്പൊ സാരസ്വത നദിയുടെ നദീതടത്തിൽ വളർന്നു വന്നിട്ടുള്ളതാണ് ഗൗഡ സാരസ്വത. അതേപോലെ സിന്ധു നദീതടത്തിന്റെ ഹിന്ദു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക്, അതേപോലെ ഈ നമ്മുടെ സംസ്കാരം പൊതുവെ ഹിന്ദു എന്നുള്ളൊരു റിലീജിയസ് വേർഡായിട്ട് വന്നു. പക്ഷേ നാം എല്ലാം ഒരു കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ ഗണേശ പുരാണം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഗണപതിയാണ് ഈ ലോകം നിർമ്മിച്ചതെന്നാണ് നാം അതിൽ കാണുക. വിഷ്ണു പുരാണത്തില് ശ്രീ മഹാവിഷ്ണു ആണ് ലോകം നിർമ്മിച്ചതെന്ന് കാണുന്നു, സൃഷ്ടിച്ചതെന്ന് കാണുന്നു. ശിവപുരാണത്തില്, സ്കന്ദപുരാണത്തില്, ഇപ്പൊ നമ്മൾ ഏതൊക്കെ പുരാണങ്ങള് വായിക്കുന്നു അതിലൊക്കെ ആ പുരാണത്തിലെ കഥാപാത്രമായിരിക്കും സൃഷ്ടികർമ്മം ചെയ്തതെന്നാണ് നമ്മൾ അറിയുക. പക്ഷേ ശരിയായ സൃഷ്ടികർത്താവ് ആരാണ്? നാം എല്ലാം കൺഫ്യൂഷനാണ്. ഇപ്പോൾ ദേവി ഭാഗവത്തില് നോക്കുമ്പോൾ പരാശക്തിയാണ് സൃഷ്ടി. അപ്പോ ഈ ഒരു കൺഫ്യൂഷൻ എങ്ങനെ നമുക്ക് മാറ്റാം? നമ്മൾ പൂർണ്ണ ഇതിഹാസങ്ങള് വിശകലനം ചെയ്യുമ്പോൾ ആദിവേദം, അതിൽ നിന്നാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഒക്കെ സ്പ്ലിറ്റ് ആക്കിയിട്ടുള്ളത്. ആദ്യത്തെ ആദിവേദം അത് 4 വിഭജിച്ചു. അപ്പൊ ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്കറിയാം. ഒരു ഗാലക്സിയില് ബ്രഹ്മാവ് ഉണ്ടാവും, വിഷ്ണു ഉണ്ടാവും, ശങ്കരൻ ഉണ്ടാവും. അങ്ങനെ ധാരാളം ഗാലക്സികളുണ്ട്. ആ ഓരോ ഗാലക്സിയിലും ഈ ത്രിമൂർത്തികൾ ഉണ്ടാവും. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവറാണ് ശിവം, നാരായണ എന്നുള്ള ഭാവം. ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരനും. വിഷ്ണു വേറെ ശങ്കരൻ വേറെ എന്ന് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരനാരായണ രൂപം ആ ശക്തി നമ്മളെ കാണിച്ചു തന്നത്. ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരും 3 പേരും ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ശ്രീ ദത്താത്രേയ ഭഗവാൻ. അതേപോലെയാണ് സരസ്വതി, മഹാലക്ഷ്മി, പാർവതി. ഇത് 3 ചേർന്ന ഭാവമാണ് ത്രിപുര സുന്ദരി എന്നുള്ളത്. എന്താണോ അതിനു വേണ്ടി മാറ്റപ്പെടുന്ന ഭാവങ്ങളാണ് നാം കാണുന്ന ഓരോ ചൈതന്യങ്ങളും. പക്ഷെ ഇതെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ശക്തി വേറെ, ശിവൻ വേറെ. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരി ഭാവവും ആ ചൈതന്യം എടുത്തിട്ടുള്ളത്. പകുതി പാർവതിയും പകുതി ശിവൻ, അതായത് ശങ്കരഭാവം. അപ്പൊ ഈ കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്.
അതായത് ശ്രീമന്നാരായണൻ മഹാവിഷ്ണുവിന്റെ ഭാവമായിട്ടുള്ള മഹാഭാരതം, ഭാഗവതം ഇവയെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. മഹാവിഷ്ണുവിന്റെ മോഹിനി ഭാവമാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത്. മോഹിനി ഭാവത്തിന്റെ അംശമാണ് മഹാലസ നാരായണി എന്ന് പറയുന്നത്. ആ മഹാലസ നാരായണിയാണ് ദുർഗ, കാളി, മഹാലക്ഷ്മി, സരസ്വതി, അങ്ങനെ ശക്തി ചൈതന്യങ്ങൾ ആയി വർത്തിക്കുന്നത്. മോഹിനി ഭാവത്തിന്റെ അംശാവതാരം മഹാലസ നാരായണി. ആ മഹാലസ നാരായണിയുടെ ഭാവങ്ങളാണ് ദുർഗ, കാളി, സരസ്വതി, മഹാലക്ഷ്മി. ഈ ദേവീ ചൈതന്യങ്ങളെല്ലാം ഈ മോഹിനി ഭാവത്തിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തിരിച്ചും മെയിൽ ഫോർമാറ്റ്. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് നമ്മൾ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു കൈ ശിവലിംഗത്തിലാണ് തൊട്ടിരിക്കുന്നത്. ഏതൊരു അനന്തശയനമാണെങ്കിലും അത് സൃഷ്ടിയാണ്. എല്ലാം ശിവത്തില്, എല്ലാം ആ നാരായണ ഭാവത്തില്. നാരായണ എന്ന് പറയുന്നത് തന്നെ സർവതും ആയിട്ടുള്ള, അതായത് ശിവം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറിക്കിട്ടും. ഇപ്പൊ ചിലവര് കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഗണപതി ആരാധിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ കോപിക്കുവോ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിച്ചു കഴിഞ്ഞാൽ മുരുകൻ കോപിക്കുവോ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കൺഫ്യൂഷൻ മാറിക്കിട്ടും. കാരണം എല്ലാം ഒറ്റ ചൈതന്യമാണ്. ഏതാണോ നിങ്ങളുടെ ഇഷ്ടമൂർത്തി, ആ ഇഷ്ടമൂർത്തിയിൽ എല്ലാ ദേവീ ദേവതകളുണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിൽ വേണം നമ്മൾ ഉപാസിക്കാൻ തുടങ്ങാൻ. ഇപ്പൊ നിങ്ങൾ ശ്രീകൃഷ്ണനെയാണ് പൂജിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഗണപതിയും മുരുകനും വട്ടവർ ഭൈരവനാണെങ്കിലും ശ്രീകൃഷ്ണനിൽ കുടികൊള്ളുന്നു എന്നുള്ള തത്വത്തിൽ വേണം നമ്മൾ ഉപാസിക്കാൻ. അപ്പൊ ആ ഉപാസനയ്ക്ക് പൂർണ്ണത വരും. ഈ ഒരു കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി വിരാട് അവതാരം, അതായത് അർജുനന് ശ്രീകൃഷ്ണൻ കാട്ടിക്കൊടുത്ത വിരാട് രൂപത്തില് ഈ പറയുന്ന എല്ലാ ദേവീ ദേവതകളും കുടികൊള്ളുന്ന ആ ഭാവമാണ് അർജുനന് കാട്ടിക്കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് മാറിക്കിട്ടി. ശരിയായ ഒരു ഉപാസകൻ തൻ്റെ ഉപാസനാമൂർത്തിയെ സങ്കല്പിക്കേണ്ട വിധമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഉപാസിക്കുമ്പോൾ എല്ലാ ദേവീ ദേവ ചൈതന്യം ആ ഉപാസനാമൂർത്തിയിൽ നാം കാണുമ്പോൾ ആ ഉപാസനയ്ക്ക് ശക്തിയും സിദ്ധിയും വരും എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഞാനിപ്പോ ഒരു മൂർത്തിയെ പൂജിക്കുമ്പോൾ മറ്റുള്ള മൂർത്തി സെപ്പറേഷൻ നമ്മൾ കാണുമ്പോൾ ഉപാസനയുടെ ശരിയായ ട്രാക്കില് പല പല പ്രശ്നങ്ങൾ വരും. അതേസമയം ഈ ചൈതന്യങ്ങൾ അതിൽ കുടികൊള്ളുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനും മാറും. നമ്മൾ പോകേണ്ട റൂട്ട് കറക്റ്റ് ഫോമിൽ പോവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു എന്നാണ്. എല്ലാം ആ ഭഗവാനായ കൃഷ്ണന്റെ കാൽപാദത്തിലെല്ലാം എത്തിച്ചേർന്നു എന്നുള്ളതാണ്.
ഏതാണോ ഉപാസനാമൂർത്തി, ആ ഉപാസനാമൂർത്തിയിലെല്ലാം ഞാൻ ചെയ്ത സത്കർമ്മങ്ങള് എത്തിച്ചേരുക എന്നുള്ളൊരു ഉദ്ദേശം വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സമർപ്പണ ഭാവത്തിൽ നമ്മൾ കർമ്മങ്ങള് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ രീതിയിലുള്ള ദോഷങ്ങള് മാറ്റപ്പെടും. നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കും. അല്ലാതെ ഞാൻ കൃഷ്ണനെ പൂജിക്കുന്നു, കൃഷ്ണനെ മാത്രം ഞാൻ പൂജിക്കുന്നു എന്നുള്ളതല്ല അവിടെ വേണ്ടത്. എല്ലാ ദേവീ ദേവതാ ചൈതന്യം എൻ്റെ കൃഷ്ണനിൽ വിളങ്ങുന്നു. എൻ്റെ കൃഷ്ണ ചൈതന്യമാണ് ബാക്കി എല്ലാ അവതാരങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഞാൻ കൃഷ്ണന്റെ എക്സാമ്പിൾ പറയുമ്പോൾ വിഷ്ണു ആയിട്ട് ലിങ്ക് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കൃഷ്ണന്റെയും ഭദ്രകാളിയും രണ്ടുപേരും ഒന്നാണ്. കൃഷ്ണന്റെ നീലനിറവും ഭദ്രകാളി നീലനിറം, കൃഷ്ണന്റെ ബീജമന്ത്രവും ഭദ്രകാളിയുടെ ബീജമന്ത്രം രണ്ടും ഒന്നാണ്. ക്ലിങ്. അപ്പൊ നമ്മൾ ഈ തലത്തില് ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ മാറിക്കിട്ടും. നമ്മുടെ ഈ തലത്തില് ഗാഢമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടുന്നത്. ആ ദേവൻ വേറെ, ഈ ദേവൻ വേറെ, ആ ദേവഭാവം വേറെ, ഈ ദേവഭാവം വേറെ. ഒരു ചൈതന്യം മെയിൽ ആൻഡ് ഫീമെയിൽ, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കേണ്ടതും. അതാണ് സത്യവും. ഒരു ചൈതന്യമാണ് എല്ലാ ഭാവത്തെയും എല്ലാ ഭാവങ്ങളും എടുക്കുന്നതെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ധർമ്മം പുനർസ്ഥാപിക്കുക എന്നുള്ളൊരു ഉദ്ദേശ്യമാണ് ഓരോ ചൈതന്യമായി വർത്തിക്കുന്നത്. ഇപ്പോ പണ്ട് ദശാവതാരം നമ്മൾ ഓരോ അവതാരങ്ങൾ നോക്കുമ്പോൾ ശൂലമായിക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് ഉതകുന്ന ആയുധം, ഇന്നത്തെ കാലത്ത് ഉതകുന്ന ശരീരമായിരിക്കും ഇനി ഏത് അവതാരമാണെങ്കിലും വരുന്നത്. കാലത്തിനനുസരിച്ചാണ് അവതാരങ്ങളുടെ അസ്ത്രങ്ങള്, അവതാരങ്ങളുടെ അവയവങ്ങള്. ഇപ്പൊ നരസിംഹമൂർത്തി, വരാഹമൂർത്തി, അതുപോലെയല്ല ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ. അപ്പോൾ എങ്ങനെയാണോ പ്രസന്റ് ടെൻസ്, അതുപോലെ ആയിരിക്കും ഇനി വരുന്ന എടുക്കുന്ന അവതാരം. ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ ബോംബും ടെക്നിക്കൽ മെഷീൻ ഗണ്ണൊക്കെ ഉള്ള ഈ സമയത്ത് അമ്പും വില്ലും ഒട്ടും ശരിയില്ല. അപ്പൊ അതുപോലെയാണ് കലിയുഗത്തില്. കലിയുഗം എന്ന് പറയുന്നത് കൽക്കി എന്നുള്ളൊരു ഭാവം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ കൽക്കി എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ബോഡി എന്ന് നാം കരുതിയെങ്കിൽ തെറ്റാണ്. കൽക്കി നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി വരുന്നുവെങ്കിൽ അത് പ്രകൃതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നാം കാണുന്നു ഉരുൾപൊട്ടല്, സുനാമി, രോഗങ്ങള്, പ്രകൃതി ദുരന്തങ്ങള്. അതാണ് ശരിക്കും കൽക്കി അവതാരം എന്നുള്ളൊരു കൺസെപ്റ്റ്. പ്രകൃതി തന്നെയാണ് വിനാശത്തിന് തുടക്കമിടുന്നത്. സത്യമായ കാര്യങ്ങള് അത് ഗാഢത്തിൽ നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് ശരിയായ
പ്രകൃതി സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടുന്നോ കണ്ട് എവിടുന്നോ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സത്യമാണ് എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ അറിവില്ലായ്മയുടെ ആദ്യ ഘട്ടം. നമുക്കൊരു ചിന്താശകലം അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുണ്ട്. നമ്മളൊന്ന് കേട്ടത് വിശ്വസിക്കുന്നത് തെറ്റാണ്. അത് എത്ര വലിയ മതപണ്ഡിതൻ പറഞ്ഞാലും അത് വിശകലനം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ അഗാധത്തില് മനസ്സിലാക്കി അത് യെസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത് വരെ നമ്മൾ അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ അതിന് കാരണം നാം തന്നെയാണ്. വലിയ വലിയ പണ്ഡിതന്മാര് പറയുന്നതില് പാണ്ഡിത്യമുണ്ട് എന്ന് കാണിക്കുന്നവരും പാണ്ഡിത്യമല്ലാത്തവര് പണ്ഡിതരായി നടക്കുന്ന കാലമാണിന്ന്. അപ്പൊ അവര് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവത്തില്ല. കാരണം ഇവരെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. അവർ പറയുന്നത് സത്യമാണ് എന്നുള്ള തലത്തിൽ നമ്മൾ എല്ലാം അവർ പറയുന്നത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അത് കേൾക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ നമുക്കുണ്ടാവുന്നത് നെഗറ്റീവാണ്. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു മതപ്രഭാഷകൻ സത്സംഗിൽ പറയുന്നു ശിവലിംഗത്തിൽ ഒരിക്കലും കരിക്കഭിഷേകം ചെയ്യരുത് എന്ന്. ശുദ്ധമായ വിഡ്ഢിത്തമാണ്. ശിവന് ഏറ്റവും പ്രിയം കരിക്കഭിഷേകമാണ്. മറ്റുള്ള ദ്രവ്യങ്ങളൊക്കെ അശുദ്ധി വരാം. ഇപ്പൊ പാലഭിഷേകം നടക്കുകയാണെങ്കിൽ ആ പാലില് ചിലപ്പോ അശുദ്ധികൾ വരാം. കറന്ന് വരുന്ന വഴി എന്തെങ്കിലും രീതിയിൽ അശുദ്ധി വരാം. പക്ഷെ കരിക്കെന്ന് പറയുന്നത് പ്യോർ ശുദ്ധി കരിക്കോളം ഇല്ല എന്നുള്ളതാണ്. കാരണം പ്രകൃതിയാൽ ഉണ്ടാവുന്നതാണ്. അപ്പോ നാം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നല്ലതേത് ചീത്തതേത് എന്ന് അനലൈസ് ചെയ്ത് സ്വന്തം മനസ്സുകൊണ്ട് അത് അനലൈസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരാണ്. ചുമ്മാ കേട്ട പാതി നമ്മൾ അത് വിശ്വസിക്കരുത്. അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മ ഓരോരുത്തർക്കും ഉണ്ട്. അത് ശരിയാണോ, ഞാൻ കേട്ടത് ശരിയാണോ, ആ ശരിയാണെങ്കിൽ അത് എവിടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തൽ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹര.